പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയില് ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ കരുണയുടെ മഹാതിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹാകരുണ അങ്ങയുടെ മക്കളെല്ലാവരും അനുഭവിക്കണമെന്നും ലോകം മുഴുവനും ആ കരുണയിലേക്ക് തിരിയണമെന്നും അങ്ങ് അത്രയേറെ ആഗ്രഹിക്കുന്നല്ലോ. അതിനുവേണ്ടി ഞങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്ന ഈ മഹാകരുണ മനസ്സിലാക്കി സ്വീകരിക്കുവാൻ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. അതിനായി കർത്താവെ അങ്ങയുടെ തിരുമനസ്സറിഞ്ഞ് അങ്ങ് സമർപ്പിക്കാൻ പറഞ്ഞ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് അവേലയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും അങ്ങയുടെ മഹാകരുണ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരുണയുടെ നൊവേനയുടെ 4-ാം ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്റെ കൈപ്പേറിയ പീഡാസഹന സമയത്ത് അവർ എന്റെ സ്മരണയിൽ ഉണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ ആഗ്രഹമാണ് അവിശ്വാസികളും ഇതുവരെ ഈശോയെ അറിയാത്തവരുമായ മക്കളെ കർത്താവിന്റെ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. നമുക്കറിയാം, വിശ്വാസത്തിലേക്ക് കടന്നു വന്നാല് കർത്താവിന്റെ കരുണ അറിഞ്ഞ് ഈശോയെ അറിഞ്ഞാല് കർത്താവിന്റെ മക്കള് ജീവിക്കുന്ന ജീവിതം വലിയ തീഷ്ണതയുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞ ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കും. നമ്മുടെ അക്രൈസ്തവരായ മക്കള്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കള് ഈ കർത്താവിന്റെ കരുണയൊക്കെ ഒന്ന് അറിഞ്ഞാൽ, കർത്താവിനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ചാവേറുകളെ പോലെ ഇന്ന് പല മക്കളും അവർക്ക് ലഭിച്ച വിശ്വാസത്തിനനുസരിച്ച് ചാവേറുകളാകാനും കൊല്ലാനും വേണ്ടി നടക്കുമ്പോ ഈ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കരുണ തിരിച്ചറിഞ്ഞാൽ കർത്താവിന്റെ മക്കള്, ഈ മക്കള് എത്രമാത്രം തീഷ്ണമതികളായിട്ട് കർത്താവിന് വേണ്ടി നമ്മുടെ പണ്ടത്തെ രക്തസാക്ഷികളെ പോലെ ഇപ്പോഴത്തെയും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷികളെ പോലെ വലിയ തീഷ്ണത കർത്താവ് അവരെ കാണുകയാണ്. അതുകൊണ്ട് ഈശോ എന്ന് പറയാണ്, അവിശ്വാസികളായ ഇതുവരെ എന്നെ അറിയാത്ത എല്ലാ മക്കളെയും ഈ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറയാം. നമുക്കിന്ന് അക്രൈസ്തവരായ, കർത്താവിൽ വിശ്വാസം ഇല്ലാത്ത, ഇതുവരെ കർത്താവിനെ അറിയാത്ത എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക്, കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ അറിഞ്ഞാൽ, ഈശോയിൽ വിശ്വസിച്ചാൽ, ആർക്കും ശരിക്കും ഈശോയെ അറിഞ്ഞാൽ, ഈശോയെ ശരിക്കും വിശ്വസിച്ചാൽ പിന്നെ കർത്താവിന് വേണ്ടി, വചനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ജീവന് വേണ്ടി അവർ ജീവൻ അർപ്പിക്കാൻ വരെ തീഷ്ണമതികളായിരിക്കും. ഇത് കാണുന്നുണ്ട് മക്കളെ. നമുക്കതുകൊണ്ട് ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് വേറൊരു വേദന അച്ഛൻ പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇടയ്ക്ക് പറയും, ക്രിസ്ത്യാനികൾ മാനസാന്തരപ്പെട്ട്, നമ്മുടെ പല വൈദികരും സഭയും മാനസാന്തരപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് ഒരു തീഷ്ണതയിൽ വരുന്നതിനേക്കാളും എളുപ്പമാണ് അക്രൈസ്തവരും ഈശോയെ അറിയാത്തവരും ഈശോയിൽ വിശ്വസിച്ച് ഈശോയെ അറിഞ്ഞ് ഇങ്ങ് വന്നാൽ അവർ ചൊരിക്കും തീഷ്ണമതികളായിട്ട്. ചിലപ്പോഴൊക്കെ പിശാചിനു വേണ്ടി കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും തീവ്രവാദികളാകാനും പൊട്ടിച്ചിതറിച്ചാവാനും വേണ്ടി ചില വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മക്കൾ ഈ കർത്താവിനെ അറിഞ്ഞാൽ, ഈ സ്നേഹം അറിഞ്ഞാൽ അവരെന്തുമാത്രം തീഷ്ണമതികളായി കർത്താവിന് വേണ്ടി ജീവിക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞ് ഇങ്ങനെയുള്ള മക്കളെ എന്റെ കരുണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ,
അങ്ങയുടെ തിരുമനസ്സറിഞ്ഞ് അങ്ങയുടെ ആഗ്രഹപ്രകാരം അങ്ങയിൽ വിശ്വസിക്കാത്ത, അങ്ങയെ ഇതുവരെ അറിയാത്ത എല്ലാ മക്കളെയും, നാനാജാതി മതസ്ഥരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ആർദ്ര ഹൃദയനായ ഈശോയെ, ലോകം മുഴുവനെയും വെളിച്ചം അങ്ങാകുന്നു. ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ. അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വാഴ്ത്തുവാനിടയാകുകയും ചെയ്യട്ടെ. കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. നിത്യപിതാവേ, അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ അടുപ്പിക്കണമേ. അങ്ങനെ അങ്ങയെ സ്നേഹിക്കുന്നത് എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയട്ടെ. അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ അനന്തമായി പുകഴ്ത്തുവാൻ ഇവർക്കും വരമരുളണമേ. അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ അനന്തമായി പുകഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ. ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ വിശ്വാസികളെയും കർത്താവിനെ അറിയാത്ത മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിച്ച് ഈ കരുണയുടെ ജപമാലയിലൂടെ കർത്താവിന്റെ മഹാകരുണയ്ക്കായി ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് ഈശോ പറഞ്ഞ ഈ വിശ്വാസികൾ, പ്രത്യേകിച്ചും ഈശോ പറഞ്ഞ അവിശ്വാസികളായ ഇതുവരെ ഈശോയെ അറിയാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കർത്താവിന്റെ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ലുത്തിനിയായിലൂടെ കർത്താവിന്റെ മഹാകരുണ നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോ പറഞ്ഞ എല്ലാ മക്കളുടെ മേലും നിറയപ്പെടാനും ചൊരിയപ്പെടാനും വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊടുക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായി അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിലും
പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യ ബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വൃതിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത കുറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതും ആണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സു തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ ഞങ്ങൾക്ക് കാരുണ്യവും പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ കരുണാർദ്ദ ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ലോകം മുഴുവനെയും കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സംരക്ഷണം ആ തിരുഹൃദയത്തിൽ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന കരുണയുടെ മഹാസംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി
കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുരക്തമേ, തിരുജലമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുരക്തമേ, തിരുജലമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന്റെ കരുണാർദ്ദ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ലോകത്തിന്റെ രക്ഷയ്ക്ക് ഈ കരുണയല്ലാതെ വേറൊരു വഴിയില്ല മക്കളെ. ഈ കരുണയിലാണ് നമ്മുടെ രക്ഷ, നമ്മുടെ സംരക്ഷണം, നമ്മുടെ സമാധാനം, നമ്മുടെ ആശ്വാസം, ലോകത്തിന്റെ മുഴുവൻ രക്ഷ. ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ അനേകായിരങ്ങള് പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 7 നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ വലിയ കരുണ നിറയപ്പെടാനും മൃദുവായ കരുണ പരക്കപ്പെടാനും, അങ്ങനെ വലിയ അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ കർത്താവിന്റെ കരുണയിൽ നിന്ന് മഹാത്ഭുതങ്ങൾ പ്രാപിക്കുവാനും ഇടയാകട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുദേ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കല്ലാതെ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ ലോകം മുഴുവനെയോ ഒരു മക്കളെയോ രക്ഷിക്കുവാനോ മോചിപ്പിക്കുവാനോ ആർക്കും ഒന്നിനും കഴിയില്ലല്ലോ കർത്താവേ. ആ കരുണയിൽ ലോകം മുഴുവനെയും ഒന്ന് മോചിപ്പിക്കണമേ. യുദ്ധക്കെടുതിയിൽ കഴിയുന്ന മക്കള്, യുദ്ധഭീതിയിൽ കഴിയുന്ന മക്കള്, രോഗത്തിൽ കഴിയുന്ന മക്കള്, സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്ന മക്കള്, വഴിതെറ്റിപ്പോയിരിക്കുന്ന മക്കള്, കെണികളിൽ പെട്ടുപോയിരിക്കുന്ന മക്കള്, സ്വയേ എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ മഹാകരുണ ചൊരിയപ്പെടട്ടെ.